വേദിയിൽ സമാഗതരായിരിക്കുന്ന സർവരെയും തന്നെ അഭിസംബോധന ചെയ്ത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുമ്പോൾ സദസ്സിലിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ആദരിച്ച് ഒരു വാക്ക് സംസാരിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്നവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തികൾ തന്നെയാണ്. ഇന്ന് ഇവിടെ ഈ സമ്മേളനത്തിലേക്ക് തങ്ങളുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് കടന്നു വന്ന ഓരോ വ്യക്തിയും അവർ എത്രയെത്ര ത്യാഗങ്ങൾ ചെയ്തതിൻ്റെ ഫലമായാണ് ഈ സമയം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുവാനായിട്ട് സാധിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഭവനങ്ങളിൽ നിന്നും അരമണിക്കൂർ സമയം മാറി നിൽക്കുക എന്ന് പറയുന്നത് കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് വലിയ ത്യാഗമാണ്. കാരണം കുടുംബത്തിൽ 100% സാന്നിധ്യമുണ്ടെങ്കിലും അനേക വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന നമ്മുടെയൊക്കെ പല കടമകളും കർത്തവ്യങ്ങളും നടക്കാതെ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അത്രമാത്രം നമ്മുടെ സമയത്തിന് ഇന്ന് വിലയുണ്ട്. അതിലേറെ ഒരു വലിയ കൊറോണ കാലഘട്ടത്തിന് ശേഷം നമ്മെ മുഴുവനായി ബാധിച്ചിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബാംഗങ്ങളിൽ രോഗികളായിട്ട് കഴിഞ്ഞുകൂടുന്ന വ്യക്തികളുടെ അടുത്ത് നമ്മുടെ സാന്നിധ്യം അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം. അവയെയൊക്കെയും മാറ്റി വെച്ചുകൊണ്ട് ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മയൊക്കെ പരസ്പരം ചേർത്ത് നിർത്തി വളർത്തിയ, പ്രത്യേകിച്ചും കഴിഞ്ഞ തലമുറകളിൽ മരണം വഴി നമ്മളിൽ നിന്ന് അകന്നുപോയ തലമുറകളിൽപ്പെട്ട ശ്രേഷ്ഠരായ കുടുംബ അംഗങ്ങളെ ഒരു നിമിഷം ഓർമ്മിച്ച് ഇവിടെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ സ്നേഹവും ആദരവും നമ്മുടെ കടപ്പാടുകളും ഒരിക്കൽ കൂടി അനുസ്മരിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്ന സുന്ദര നിമിഷങ്ങളാണ് ഇത്. ഈ നിമിഷം അത്രയും ഈ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി സമയം കളയുന്നത് ഞാൻ എന്നോടും നിങ്ങളോടും ചെയ്യുന്ന വലിയ ഒരു തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇനി മറ്റൊരു വർഷത്തിലോ ഒന്നെങ്കിൽ 1-2 വർഷങ്ങൾക്ക് ശേഷമോ മാത്രമായിരിക്കാം ഇങ്ങനെയൊരു വാർഷിക സമ്മേളനം വന്നു ചേരുക എന്നത് അനുസ്മരിച്ചുകൊണ്ട് ചെറിയ ചില ചിന്തകൾ ഞാൻ വയ്ക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്ന ചിന്തകൾ അവ എത്രമാത്രം പ്രായോഗികമാണ് എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെയും എത്രമാത്രം ശരിയാണ് എന്നതിനെക്കുറിച്ചും എനിക്ക് ആശങ്കയുണ്ട്. പക്ഷെ മനസ്സിൽ കടന്നു വരുന്ന ചില ചിന്തകളെയും ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും നിശ്ചയങ്ങളെയും ഒക്കെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് മുമ്പിൽ അല്ല എങ്കിൽ മറ്റെവിടെയാണ് നമുക്ക് ധൈര്യമായി പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുക? അതിലൊന്നാമത്തെ ഒരു കാര്യം ഞാൻ ആനുഷംഗികമായി സൂചിപ്പിച്ചു. പ്രധാനമായും എന്നെ സംബന്ധിച്ച് ഞാൻ 2 കുടുംബത്തിലെ അംഗമാണ് എന്ന് പറഞ്ഞു. ഒന്ന്, ഞാനിപ്പോൾ അംഗമായിരിക്കുന്ന CMI സന്യാസ സമൂഹം, ആയിരക്കണക്കിന് അംഗങ്ങളുള്ള ആ CMI സന്യാസ കുടുംബത്തിലെ ഒരംഗമാണ് ഞാൻ. എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിനിടയിൽ എൻ്റെ കുടുംബാംഗങ്ങളിലെ ഒട്ടധികം ആളുകൾ ഇതിലുണ്ടാകണമെന്ന് ഞാൻ സ്വാർത്ഥതയോടെ ആഗ്രഹിച്ചു.
മറ്റൊന്നുകൊണ്ടുമല്ല. അതിൽ എനിക്ക് ശേഷവും ഒരു പിന്തുടർച്ച ഉണ്ടെങ്കിൽ അതിന് ചില അർത്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ 28-29 കുട്ടികളെ 10ാം ക്ലാസ് കഴിഞ്ഞ ആ പ്രായത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും അവരെ ഞാനായിരിക്കുന്ന ആ സന്യാസ സമൂഹത്തിൻ്റെ, വൈദിക സന്യാസ സമൂഹത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാനും എനിക്ക് സാധിച്ചു എങ്കിൽ അതിന് എനിക്ക് താങ്ങും സഹായകവുമായത് പ്രധാനമായും എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഒട്ടേറെ അംഗങ്ങളുള്ള, ഒട്ടേറെ ശാഖകളുള്ള ഒരു കുടുംബത്തിലെ അംഗമായി എനിക്ക് ജന്മം സിദ്ധിച്ചത് ഒരു പരിധിവരെയും എൻ്റെ ജോലി കാര്യങ്ങൾക്ക് സഹായകമായി. എന്നെ അറിയാവുന്നവരും എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും ഏതെങ്കിലും ഒരു വ്യക്തി സന്യാസ വൈദിക ജീവിത അന്തസ്സുകളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ പേര് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഒരു പരിധിവരെയും മറ്റ് സന്യാസ സമൂഹങ്ങളിലെ വൈദികർക്കും മറ്റ് രൂപതകളിലെ വൈദികർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മെത്രാന്മാർക്കുമൊക്കെ മനസ്സിൽ ഞങ്ങളുടെ സമൂഹങ്ങൾ വന്നു ചേരേണ്ട നല്ല കുട്ടികളെ പലരെയും ഞാൻ വഴിതിരിച്ചു കൊണ്ടുപോയല്ലോ എന്നൊരു ആക്ഷേപമോ ദുഃഖമോ ഒരു വിഷമമോ ഒക്കെ എന്നോടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഏതെങ്കിലും കുട്ടികളെ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയും അവരെ സന്യാസ വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ച് അങ്ങനെ 28-29 വൈദികരെ എൻ്റെ സഭയിൽ മാത്രം എനിക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിലും നിങ്ങൾ തന്നെയാണ് പ്രവർത്തിച്ചത്. അതവിടെ നിൽക്കട്ടെ. മറ്റൊരു കുടുംബം, ഞാൻ പറഞ്ഞ 2 കുടുംബത്തിലെ അംഗമാണ് ഞാനെന്ന്. ഒന്ന്, ഞാൻ അംഗമായിരിക്കുന്ന CMI സഭ. രണ്ടാമത്തെ കുടുംബം, ഞാൻ അംഗമായിരിക്കുന്ന നമ്മുടെ ഈ മഹാകുടുംബം. ഈ മഹാകുടുംബത്തിൽ എൻ്റെ അനുജന്മാരെ എന്ന് വിശേഷിപ്പിച്ച് ഞാൻ അവരെ തരം താഴ്ത്തുകയല്ല. ജന്മം കൊണ്ട് ഞാൻ മുന്നിൽ വന്നതുകൊണ്ട് എനിക്ക് ശേഷം വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച അഥവാ ആധ്യാത്മിക വഴികളിലേക്ക് പ്രവേശിച്ച ഏതാനും വ്യക്തികളുണ്ട്. എൻ്റെ ഇളയ സഹോദരന്മാരാണവർ. അതിലൊന്നാമത്തെ ആൾ ഫാദർ അലക്സ് കണ്ണമലയച്ചനാണ്. അദ്ദേഹം മലങ്കര സഭയിലെ ശ്രദ്ധേയനായ ഒരു വൈദികനാണ്. അതിന് തൊട്ടു താഴെ മറ്റൊരു അനുജൻ അല്ലെങ്കിൽ മറ്റൊരു സഹോദരസ്ഥാനീയനായ വ്യക്തിയുണ്ട്, ഫാദർ ജോൺസൺ ആനപ്പാറ പ്ലാമൂട്ടിൽ. അതിനുശേഷം ആത്മീയ മേഖലകളിൽ ആയിരങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് പാസ്റ്റർ ജേക്കബ് ചാണ്ടി. ഇനിയും കുറേയേറെ ആളുകളുണ്ട്. ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുവാനിടയാകാൻ പാടില്ലാത്ത കുറേ ആളുകളുണ്ട്. 10, 16, 17 സിസ്റ്റർമാർ, സന്യാസിനികൾ. കത്തോലിക്ക സഭയുടെ വിവിധ സന്യാസ സഭകളിൽ ജോലി ചെയ്യുന്ന അവർ ദേശത്തും വിദേശത്തും നമ്മുടെ സഹോദരിമാരായി ജോലി ചെയ്യുന്നു. സന്യസ്ത സമർപ്പിത മേഖലകളിൽ ഇപ്പോൾ തന്നെ ഈ നടക്കുന്ന സമ്മേളനത്തിൻ്റെ എല്ലാ സംഗതികളും മുന്നിൽ നിന്ന് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മകൾ വിദേശത്ത് നല്ല നിലയിൽ ഒരു സിസ്റ്ററായി ജോലി ചെയ്യുന്നു. നമുക്ക് ഓർമ്മിക്കാം, അഭിനന്ദിക്കാം, പ്രാർത്ഥിക്കാം. ചൂനാട്ട് കുടുംബത്തിൽ നിന്നുള്ള ആ വലിയ ദൈവവിളി, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന മിക്ക ശാഖാ കുടുംബങ്ങളിൽ നിന്നും അനേകം ദൈവവിളികൾ, ദൈവവിളി സ്വീകരിച്ചിട്ടുള്ള സന്യാസിനികൾ, സിസ്റ്റർമാർ
അവർ നമ്മുടെ വളർച്ചയിലെ ഒരു പ്രധാന കണ്ണിയാണ്. എന്നും നടക്കുന്ന പ്രഭാത പ്രാർത്ഥനയിലും ദിവ്യബലികളിലും നമ്മൾ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന സത്യം നാം മറന്നു പോകരുത്. ഇനി ഇവിടെ ആയിരിക്കുന്നതും ആരോഗ്യപരമായ കാരണങ്ങളാലും മറ്റ് ജോലി സംബന്ധമായ കാരണങ്ങളാലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഇവിടെ വന്നു ചേരുവാനായിട്ട് പറ്റാത്ത ഒട്ടേറെ കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങളുടെ എണ്ണം നമുക്കറിയാം, വളരെ വലുതാണ്. അവരുടെ മേഖലകൾ എന്തിനും ഒരു പ്രാവശ്യം പോലും നമുക്ക് ഒന്ന് വിളിക്കുവാനോ ബന്ധപ്പെടുവാനോ ഭവനത്തിലെത്തി രോഗികളെ സന്ദർശിക്കാനോ പറ്റാത്ത ചില കുടുംബങ്ങളിൽ നിന്ന് രാജ്യസേവനത്തിന് വേണ്ടി പട്ടാളത്തിൽ അതുപോലെയുള്ള മേഖലകളിൽ രാജ്യത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന രാജ്യസ്നേഹികളായ അനേകം കുടുംബാംഗങ്ങൾ നമുക്കുണ്ട്. നമ്മെ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രസിഡൻ്റ് തന്നെയും രാജ്യസ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ലഫ്റ്റനൻ്റ് കേണൽ പദവി വഹിച്ച് രാജ്യസേവനത്തിന് ശേഷം വിശ്രമിക്കേണ്ട അദ്ദേഹം ആ വിശ്രമ കാലഘട്ടവും നമ്മുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഔദ്യോഗിക സ്ഥാനത്ത് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് അഭിമാനത്തോടെ ഓർമ്മിക്കാവുന്നതും പ്രഘോഷിക്കാവുന്നതുമായ വലിയൊരു കാര്യമാണ്. വീണ്ടും ഇപ്പോഴത്തെ നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രധാന വ്യക്തിയായി അധ്യക്ഷനായി നിലകൊള്ളുന്ന നമ്മുടെ പ്രസിഡൻ്റ് ചിറയിൽ കറിയാച്ചൻ ആക്ടിംഗ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുസമ്മേളനമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ ഈ സമ്മേളന സ്ഥലത്ത് ഒരുമിച്ച് ഇരുന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ചേർന്നിരിക്കുന്ന ഒരു പിടി വ്യക്തികളെ നമ്മൾ കാണുന്നു. അതിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് പുഷ്പഗിരി ഇടവകയുടെ വികാരിയച്ഛൻ. പുഷ്പഗിരി ഇടവകയുടെ വികാരിയച്ഛൻ ഇന്ന് ഈ സമ്മേളനത്തിന് ഉദ്ഘാടകനായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം എല്ലാവരും അംഗമായിരിക്കുന്ന നിരവധി ഇടവകകളുടെ മുഴുവൻ വികാരിമാരുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ അസ്തിത്വത്തിന് പിന്നിൽ നമ്മുടെ സഹപ്രവർത്തകരും അയൽവാസികളും നാട്ടുകാരും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതും ഒക്കെ ആയ ആളുകളുടെ സഹായവും സഹകരണവും പ്രോത്സാഹനവും കൊണ്ടാണ് നാം നിലനിൽക്കുന്നത്. എന്തിനാ ഈ വേദിയിൽ തന്നെ നിലകൊള്ളുന്ന ഏതാനും വ്യക്തികളെ ശ്രദ്ധിക്കുക. അവരൊക്കെ ജനപ്രതിനിധികൾ കൂടിയാണ്. അവർ ജനപ്രതിനിധികളാകുന്നത് അവരുടെ കഴിവുകൊണ്ടാണ്. എന്നാൽ അതിലേറെ ചുറ്റുപാടുമുള്ളവരുടെ വലിയ വിശ്വാസവും സഹകരണവും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവർക്ക് ഉയർന്നു വരുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ സിംഹഭാഗവും നമ്മുടെ കുടുംബാംഗങ്ങളിൽ മിക്കവരും നമ്മുടെ പ്രദേശത്തെ പല ആളുകളും ഇന്ന് വിവിധ രാജ്യങ്ങളിൽ പ്രവാസികൾ എന്ന് പറയാമോ എന്നെനിക്കറിയില്ല, വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയാണ്. അവരുടെ മുഴുവൻ ചുമതലയുള്ള ഒരു പ്രവാസി കമ്മീഷൻ, അതിൽ നമ്മുടെ ഈ സമൂഹത്തിലെ ഈ വേദിയിലിരിക്കുന്ന പൊന്മാങ്കൽ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തി ആ കുടുംബാംഗങ്ങൾ, അവരുടെ സഹകരണം, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളെക്കുറിച്ചും പറയുവാനായിട്ട് സാധിക്കും. ഒരു കുടുംബവും ഒരു കുടുംബശാഖയും ഒരു തരത്തിലും പിന്നിലല്ല എന്ന് ഉറച്ച സ്വരത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും.
കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നിടത്തോളം എല്ലാ കുടുംബങ്ങളിലും തലയുയർത്തി നിൽക്കുന്ന നല്ല നല്ല വ്യക്തിത്വങ്ങളുടെ നേതൃനിരയിൽ വിരാജിക്കുന്ന സേവന മേഖലകളിൽ നിരന്തരം സമർപ്പിക്കപ്പെടുന്ന വ്യക്തികളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് നമ്മുടെ കുടുംബം എന്ന അഭിമാനത്തോടെ ഞാൻ പറയട്ടെ. ഈ അവസരത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കലണ്ടർ രൂപേണ അച്ചടിച്ച് കുടുംബാംഗങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് പുതുമയുള്ള ഒന്നുമല്ല. 33 കൂട്ടം നമസ്കാരങ്ങൾ നമ്മുടെ പഴയ കാർന്നവന്മാർ നമ്മളെ കാണാതെ ചൊല്ലി പഠിപ്പിച്ചപ്പോൾ അതിനിടയിൽ കാരുണ്യ പ്രവൃത്തികൾ 14, ശാരീരികൾ 7, ആധ്യാത്മികങ്ങൾ 7, ഇങ്ങനെ 14 തിരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്ത് ചെയ്യേണ്ടത് എങ്ങനെ എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവ ഞാൻ ആവർത്തിച്ച് എല്ലാ ഭവനങ്ങളിലും എപ്പോഴും കാണത്തക്ക രീതിയിൽ ഒരു കലണ്ടറായിട്ട് തൂക്കണമെന്ന ആഗ്രഹത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബ പ്രസിദ്ധീകരണമായ കുടുംബ വചനദീപ്തിയുടെ ഭാഗമായി പ്രകാശനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുടുംബയോഗ ഓഫീസിൽ അതിൻ്റെ ഒരു കോപ്പി ഇപ്പോഴും കിടപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ നടത്തേണ്ട ഒരു ഓഡിറ്റിംഗ് ആണ് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും ആ മാർഗരേഖ. ആ മാർഗരേഖയിൽ ഓരോന്ന് വീതം വിശദീകരിക്കുന്നുണ്ട്. അവ നമുക്ക് ഈശോയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു മാതൃകയാണ്. ഈശോയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ചില മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ കുടുംബ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവ എങ്ങനെ അനുവർത്തിക്കാം? ഒന്നു ചേർന്ന് വലിയ ഒരു സംരംഭമാക്കി മാറ്റി ചെയ്യുക എന്നതൊക്കെ അത്ര കണ്ട് പ്രായോഗികമാണ് എന്ന് എനിക്കറിയില്ല. എങ്കിലും ചിലതൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇരു കൈ അറിയാതെ ഈ കാരുണ്യ പ്രവൃത്തികൾ 14ലും നമ്മൾ വ്യാപരിക്കണം എന്നാണ് ഈ കുടുംബ സമ്മേളനത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഒട്ടേറെ പിന്നോട്ട് പോകേണ്ടതായി വന്നു. ഈ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ആരോഗ്യത്തെയും രക്ഷയെയും പ്രതി മാറ്റി നിൽക്കേണ്ടതായി വന്നു. നമ്മുടെ പ്രതിമാസ സമ്മേളനങ്ങൾ മാറ്റിവെക്കേണ്ടതായി വന്നു. വാർഷികങ്ങൾ വേണ്ട എന്ന് വയ്ക്കേണ്ടതായി വന്നു. ഈ 14 പരിപാടികളിൽ പലതും സ്വന്തം ആരോഗ്യത്തെയും കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെയും പകർച്ചവ്യാധികൾ പകരാതിരിക്കേണ്ടതിൻ്റെ ലക്ഷ്യത്തെയും ഒക്കെ വെച്ചുകൊണ്ട് നാം മാറ്റിവെച്ചു എങ്കിലും വേണ്ടത്ര സുരക്ഷിതത്വത്തോടുകൂടി മരണം വരെയും നമ്മൾ അവ അനുവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ അസ്തിത്വത്തിന് വിലയുള്ളൂ എന്ന് ഈ മീറ്റിങ്ങിൽ ഞാൻ അടിവരയിട്ട് ആവർത്തിക്കുകയാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുവാനും, വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകുവാനും, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം നൽകുവാനും, പാർപ്പിടമുണ്ടെങ്കിലും അവ വാസയോഗ്യമല്ല എങ്കിൽ വാസയോഗ്യമാക്കി തീർക്കുവാനും, അവരിൽ നിന്ന് അപേക്ഷകൾ ലഭിക്കാനോ നോക്കിയിരിക്കുവാനോ തയ്യാറാകാതെ അവർക്ക് ദാനമായി നൽകാതെ സമ്മാനമായി നൽകുവാനായിട്ടുള്ള ഒരു മനോഭാവം നമ്മുടെ കുടുംബാംഗങ്ങളിൽ വളർത്തി എടുക്കണം എന്ന് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെത്ര കണ്ട് പ്രായോഗികമെന്നൊന്നും പറയുവാൻ ഞാൻ ആളല്ല. ഇവയിൽ ഞാൻ പറയുന്ന ഒരു നിർദ്ദേശവും നിങ്ങളാരും അനുസരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. അതെൻ്റെ ജോലിയുമല്ല. കാരണം നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഞാൻ അനുസരിക്കുവാനും അനുഷ്ഠിക്കുവാനും ഉള്ളവനാണ് എങ്കിൽ മാത്രമേ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഇന്നത്തെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥാനം ഇതിൽ അലങ്കരിക്കുന്നുവെങ്കിൽ അതിനർത്ഥമുണ്ടാകൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തിപരമായി ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ, നാട്ടിലെ, കുടുംബങ്ങളിൽ എല്ലാറ്റിലുമുപരി
നാമുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത വ്യക്തികളിൽ പോലും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവിടെ ചെന്ന് വേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരുപിടി അംഗങ്ങൾ, ഒരുപിടി ഭാരവാഹികൾ നമുക്കുണ്ട്. ആദ്യം മുതൽ ഇന്നും അത് ഓരോ വർഷം ചെല്ലും തോറും അത്തരം സന്നദ്ധതയുള്ള നല്ല വ്യക്തിത്വങ്ങൾ നമ്മളോട് കൂടിച്ചേരുന്നു, നമ്മോടൊപ്പം വന്നു ചേരുന്നു എന്നത് വലിയൊരു രഹസ്യമാണ്, വലിയൊരു സത്യമാണ്. പല കുടുംബശാഖാ മീറ്റിങ്ങുകളുടെ വാർഷികങ്ങളിലും ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് വിധേനയിലും അവയിലൊന്നും മുടങ്ങാതെ പങ്കെടുക്കുവാനും അറിയിച്ചിട്ടുള്ള ഒന്നിലും എല്ലാ മീറ്റിങ്ങുകളിലും സമ്മേളനങ്ങളിലും വാർഷികങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ വെറും ഒരു കാഴ്ചക്കാരനായി പോവുകയല്ലായിരുന്നു, മറിച്ച് നല്ല കൃത്യതയുള്ളൊരു നിരീക്ഷകനായിട്ടാണ് ഞാൻ പങ്കെടുത്തത്. അവിടെ പറഞ്ഞിരുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ വാക്കുകളെയും ശ്രദ്ധയോടെ ശ്രവിക്കുകയും അവയുടെ പ്രവർത്തനങ്ങളെ മനസ്സിൽ ഞാൻ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയുവാൻ സാധിക്കും, നമ്മുടെ ഈ കൂട്ടായ്മ വഴി ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചെയ്യാവുന്നതിലും അധികം പ്രവർത്തനങ്ങളാണ്. ഇത് പറയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഇന്ന ആളുകൾക്ക് ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന വിഷമതകളിൽ കഴിയുമ്പോൾ ഇവരെ ആരെയും അങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്നുള്ളത്. കർത്താവായ ഈശോ മിശിഹ 33 വർഷക്കാലമേ ജീവിച്ചുള്ളൂ. മനുഷ്യ ശരീരത്തോടു കൂടി നിത്യം ജീവിക്കുന്നവനായ, ഇന്നും ജീവിക്കുന്നവനായ അവിടുത്തെ സാന്നിധ്യം വഴി നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത് ദൈവമായതുകൊണ്ടാണ്. അങ്ങനെ ഒരേ സമയത്ത് ഒട്ടേറെ സ്ഥലങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അത്തരം പരാധീനതകളും പരിമിതികളിലും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൂടി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രസക്തിയില്ലാതായിട്ട് തീരും. ദൈവത്തിനും കുറേയെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ലേ. അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ചെയ്യുവാൻ പറ്റാത്തവയൊക്കെ ദൈവത്തെ ഏൽപ്പിക്കുന്ന ഒരു മനോഭാവം ഈ വാർഷികത്തോടു കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാറ്റിലും ഉപരി ഒട്ടേറെ പാളിച്ചകൾ എന്നിലും നിങ്ങളിൽ നിന്നും അനുനിമിഷം ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം. നമുക്ക് ചെയ്യാവുന്നത് പലതും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നിയമത്തിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പരാധീനതയുള്ള കുടുംബങ്ങളെ ഒരിക്കലും ആ സാമ്പത്തിക വിഷമതകളിൽ നിന്നും മാറ്റുവാൻ ആർക്കും സാധിക്കാത്ത വിധം ഭാരിച്ചതാണ് എന്നുള്ള സത്യവും നാം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇവയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ബഹുമുഖങ്ങളായി ഒട്ടേറെ പദ്ധതികളെ വിഭാവനം ചെയ്താൽ അല്പമെങ്കിലും നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും. സാഹിത്യ, സാമൂഹിക, കലാമേഖലകളിൽ നമ്മുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം. ഈ സമ്മേളനത്തോടു കൂടി തന്നെ ഒരു നല്ല കലാവിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. നല്ലൊരു സായാഹ്ന സദ്യ ഇവിടെ സംഘടിപ്പിച്ചു എന്ന് മനസ്സിലാക്കുക. അത്യാവശ്യ അലങ്കാര പ്രവർത്തികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവയൊക്കെയും ഈ കുടുംബത്തിൻ്റെ അസ്തിത്വം വഴി സഹജീവികളിലേക്കും മറ്റുള്ളവരിലേക്കും നൽകുന്ന സഹകരണത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഒരു അംശമാണ് എന്ന് നമ്മൾ കരുതുക. അതൊക്കെ നടക്കുന്നത് നിർലോഭമായ സഹകരണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ലാത്ത കുറേയേറെ നല്ല വ്യക്തികൾ, കുടുംബങ്ങൾ നമ്മോടൊപ്പം ഉള്ളതുകൊണ്ട്. എന്തിന്? ഓഫീസ് കെട്ടിടത്തിന് ഭൂമി മറ്റാരും ചോദിക്കാതെ തന്നെ സ്വയം മുന്നോട്ട് വന്ന് ദാനം ചെയ്തൊരു കുടുംബം നമുക്കുണ്ട് എന്ന് ഓർക്കുക. എന്ന് ആദ്യ മീറ്റിങ്ങിൽ പങ്കെടുത്തോ അന്ന് മുതൽ ഇന്ന് വരെയും ആരോഗ്യപരമായി എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അവയെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് വളരെ അകലത്തിലായിരുന്നിട്ട് പോലും അവിടെ നിന്ന് ട്രെയിൻ മാർഗവും കാർ മാർഗവും ഒക്കെ കടന്നു വരുന്ന ഒട്ടേറെ പ്രായമുള്ള വ്യക്തികളുടെ വലിയൊരു കൂട്ടായ്മ കൂടിയാണ് ഈ കുടുംബം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, വരാനിരിക്കുന്ന തലമുറ, പ്രത്യേകിച്ച് ഇളം തലമുറയിലെ കുഞ്ഞുങ്ങൾ ആരും അധികം മുന്നോട്ട് വരുന്നില്ലല്ലോ എന്ന്. അവർ അവരുടെ ജോലി ചെയ്യുകയാണ്, അവർ പഠിക്കുന്നു, നല്ല നിലയിൽ ഉദ്യോഗം നേടുന്നു, വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് വളരുവാനായിട്ട് ശ്രമിക്കുന്നു. അവർ നമ്മളെ കഴിഞ്ഞും വിവേകത്തോടു കൂടി
തങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യണമെന്ന ബോധ്യത്തോടു കൂടി ജോലി കാര്യങ്ങളിലും പഠന കാര്യങ്ങളിലും അവർ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് 1, 2, 3, 4, 5 വർഷങ്ങളിലെ വാർഷികങ്ങളിൽ അവരുടെ സാന്നിധ്യമോ അവരുടെ സന്ദേശമോ ഒന്നും ലഭിക്കുന്നില്ല എങ്കിലും അവരുടെ ഹൃദയത്തിൽ അവർ നമ്മളുടെ ഹൃദയത്തിലും നിരന്തരമായിട്ട് ഒട്ടി നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നാം മറക്കരുത്. ഇളം തലമുറയുടെ ചിന്തകളെ ആവാഹിച്ചെടുക്കുവാൻ കഴിഞ്ഞ തലമുറയിലും ഇപ്പോൾ തലമുറയിലുമുള്ള നമ്മൾ പരിശീലിക്കേണ്ട ഒരവസ്ഥയിലാണ് നാം വന്നു ചേർന്നിരിക്കുന്നത്. അത്രമാത്രം വേഗതയിലാണ് ഇളം തലമുറ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ നടന്ന് ജീവിതത്തെ നേരിട്ടുവെങ്കിൽ അവർ ഇന്ന് പറന്ന്, അതും വ്യോമമാർഗത്തിൽ വ്യോമയാനങ്ങളുടെ സഹായത്തോടു കൂടി പറന്ന് ജീവിക്കുന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന സത്യത്തെ നമ്മൾ മറന്നു പോകരുത്. അവർക്കൊപ്പം ഓടിയെത്തുക നമുക്ക് പ്രാപ്യമാണ്. പക്ഷേ അവർക്ക് മുമ്പ് പറന്നു പോകുന്ന മറ്റൊരു സാരഥ്യം നമുക്കുണ്ട്. അത് യേശുവിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെ അംഗങ്ങളായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർ യോസേപ്പിൻ്റെയും സാന്നിധ്യവും മാതൃകയുമാണ്. കുടുംബത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ് മാർ യോസേപ്പ് പിതാവ്. കുടുംബത്തിൻ്റെ സംരക്ഷകയാണ് പരിശുദ്ധ കന്യകാമറിയം. കുടുംബത്തിൻ്റെ നായകനും സാരഥിയുമാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. നമ്മുടെ കുടുംബത്തിന് വളരെ ശ്രദ്ധേയമായ മറ്റൊരു പ്രാധാന്യവും കൂടിയുണ്ട്. ഏറ്റുമാനൂർ കല്ലൂപ്പാറ കുടുംബങ്ങൾ രണ്ടും കൂടി ചേർത്ത് ഒറ്റ കുടുംബമായി കാണുമ്പോൾ ഒരു കുടുംബത്തിലെ 2 പ്രമുഖ ശാഖകളായും അവയുടെ ഉപശാഖകളുമായി മറ്റു കുടുംബങ്ങളെയും കാണുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, നമുക്ക് അഭിമാനത്തോടെ നിൽക്കാനായിട്ട് സാധിക്കുന്നൊരു വസ്തുതയുണ്ട്. നാം എല്ലാവരും ദൈവവിശ്വാസികളാണ്. വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിൽ പെട്ടവരുമായി നമ്മുടെ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ഒരേ ഹൃദയത്തോടെ സഹോദര സ്ഥാനീയരായി അല്ല സഹോദരങ്ങളായി ജീവിക്കുന്നു. അതാണ് ഈ കുടുംബ സമ്മേളനത്തെ ഒരു വലിയ സംരംഭമായി ദൈവത്തിനു മുമ്പാകെ നമുക്ക് പ്രതിഷ്ഠിക്കുവാനായിട്ടുള്ള ഏക അടയാളം. ഇന്ന് തന്നെ ഈ മീറ്റിങ്ങിൽ ഓർത്തു വെക്കുക, എത്രയോ സഭകളിൽപ്പെട്ടവരാണ് നമ്മൾ ഒന്നു ചേർന്നിരിക്കുന്നത്. എത്രയോ രൂപതകളിലായിട്ടാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ പരന്നു കിടക്കുന്നത്. എത്രയോ രാജ്യങ്ങളിലായിട്ടാണ് നമ്മുടെ മക്കൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ തലമുറകളിൽ നിന്ന്, എത്രയോ കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ അമ്മച്ചിമാർ കടന്നു വന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ അമ്മച്ചിമാരായി മാറിയിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ അമ്മമാർ അവരവരുടെ മാതാപിതാക്കളിൽ നിന്നും സ്വീകരിച്ച നന്മകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ പരിശീലിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഇതര കുടുംബങ്ങളിൽ വിവാഹ ജീവിതത്തിലൂടെ പ്രവേശിച്ച് അവരുടേതായ സംഭാവനകളെയും നന്മകളെയും വിതരണം ചെയ്യുന്നു. ഇവിടെയാണ് പുഷ്പഗിരി വികാരിയച്ഛൻ ഇന്ന് നമുക്ക് പറഞ്ഞു തന്ന, നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് അത് നമുക്ക് നൽകുന്നത്. ഈ കുടുംബ യോഗ വാർഷികത്തിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഒരു വികാരി തൻ്റേതായ എല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട് നമ്മുടെ ഇടയിൽ സമയം ചിലവഴിക്കുവാൻ തയ്യാറായി നമുക്ക് മുമ്പേ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ എന്നും ഹൃദയത്തിലെ വികാരിയച്ഛനെ സൂക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ വലിയ മാതൃക ഈ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ആയിരിക്കുവാനായിട്ട് അദ്ദേഹം മാറ്റിവെച്ചു എന്നുള്ളതാണ്. അതും നാം എല്ലാം അംഗമായിരിക്കുന്ന 100 കണക്കിന് വിവിധ ഇടവകകളിലെ വികാരിമാരുടെ മുഴുവൻ പ്രതിനിധിയായി നമുക്കൊപ്പം ഇന്നിവിടെ എത്തുന്നു. നമ്മോടൊപ്പം വിളക്ക് തെളിക്കുന്നു, നമുക്ക് വചനം പങ്കുവെച്ച് നൽകുന്നു, സാന്നിധ്യവും സ്നേഹവും നമുക്ക് നൽകുന്നു, നമ്മുടെ സ്നേഹവിരുന്നിൽ ഭാഗഭാഗിത്വം വഹിക്കുന്നു. എല്ലാം ശുഭം, നന്മ. ആരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്? ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ. എനിക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും, ഞാൻ കുടുംബ സംബന്ധമായ ഏതെങ്കിലും ഒരു കാര്യത്തിന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ്
ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ അവിടെ എത്തിച്ചേരണമെന്ന് ദൈവമേ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചേരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നീ എൻ്റെ മുന്നിൽ നടക്കണം, എൻ്റെ കൂടെ നടക്കണം, മുകളിൽ നിന്ന് എന്നെ അനുഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അവയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഞാനല്ല, എന്നെ നയിക്കുന്ന എൻ്റെ ദൈവമാണ്. ഇവിടെ നമ്മെ ഇവിടെ ഒരുമിപ്പിച്ച് കൂട്ടിയതിൻ്റെ പിന്നിൽ, ഈ പ്രസ്ഥാനം ഇന്ന് നിലനിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇതിൻ്റെ ആരംഭകാലം മുതൽ കമ്മിറ്റി അംഗങ്ങളായി വിവിധ കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കുകയും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ചില വർഷങ്ങളിൽ മുന്നിൽ നിൽക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ചില വർഷങ്ങളിൽ മാറിക്കൊടുക്കുകയും വീണ്ടും തങ്ങളുടെ സാന്നിധ്യവും സഹായവും വഴി വീണ്ടും കുടുംബത്തെ ചേർത്ത് നിർത്തുകയും എല്ലാം ചെയ്യുന്ന ഒട്ടേറെ വ്യക്തികൾ, ഒട്ടേറെ കുടുംബാംഗങ്ങൾ. അവരിൽ ബഹുഭൂരിപക്ഷവും മരണം വഴി നമ്മളിൽ നിന്ന് അകന്നുപോയി എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ മരണത്തെ മാറ്റി നിർത്തുവാൻ നമുക്കാവില്ലല്ലോ. ലോകത്തിൻ്റെയും മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ വിളിയുടെ മുൻപിൽ, ആ ക്ഷണത്തിന് മുമ്പിൽ, സ്വർഗവാസത്തിനുള്ള മോക്ഷപ്രവേശത്തിനുള്ള ക്ഷണത്തിന് മുമ്പിൽ എതിർത്ത് നിൽക്കുവാൻ നമുക്കാർക്കുമാവില്ല. ദൈവം വിളിക്കുന്നതുവരെയും ലോകത്തായിരിക്കുക, ദൈവം വിളിക്കുന്നവരെയും ലോക നന്മയ്ക്കായി ജീവിക്കുക, ദൈവം വിളിക്കുന്നതുവരെയും കുടുംബാംഗങ്ങളോട് ഒന്നു ചേർന്ന് കുടുംബത്തിൻ്റെ അപൂർത്തിക്ക് വേണ്ടി നിലകൊള്ളുക, ആവശ്യക്കാരന് അത്താണിയാകുക. കാരുണ്യ പ്രവൃത്തികൾ 14 കരുണയുടെ വർഷത്ത് ലോകത്തിന് മുഴുവൻ സഭ നൽകിയ വലിയ സന്ദേശം. ഇന്ന് വിവിധ സഭയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ നമ്മോടൊപ്പമായിരിക്കുമ്പോൾ ആ സഭ ഓരോന്നും നൽകുന്ന നന്മയുടെ വലിയ കാഴ്ചപ്പാടുകൾ, അവയെയൊക്കെയും തുടർ ജീവിതത്തിലേക്ക് തുടർന്നു കൊണ്ടുപോകുവാൻ ഈ കൂട്ടായ്മ നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഇവിടെ എല്ലാ സംരംഭങ്ങളും ഒരുക്കിയ വ്യക്തികൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വാർഷികത്തിന് വേണ്ടി ഒരുങ്ങിയവർ, ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ വർഷങ്ങളിൽ ആദരിക്കേണ്ട വ്യക്തികളെ കണ്ടുപിടിച്ച് അവ യഥോചിതം നടത്തുവാനായിട്ട് ശ്രദ്ധിച്ച വ്യക്തിത്വങ്ങൾ ഒക്കെ ഇവിടെ അനുസ്മരിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇനിയും നമ്മുടെ ഈ പ്രയാണം മുന്നോട്ട് പോകട്ടെ. പരസ്പര സ്നേഹത്തിലും വിട്ടുവീഴ്ചയിലും കുറവുകൾ എന്തെങ്കിലും വന്നുവെങ്കിൽ അവയെ ദൈവത്തിന് മുമ്പാകെ കൂടുതൽ എളിമയോടുകൂടി സമർപ്പിച്ചുകൊണ്ട് ഉത്തരോത്തരം വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും, ഓരോ വ്യക്തികളും ഏറ്റെടുക്കുന്ന സംരംഭങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന സത്യം നമ്മൾ മറക്കരുത്. കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് കിട്ടിയ പ്രചോദനവും സഹായവും കൊണ്ട് മാത്രമാണ് നാം എവിടെയെങ്കിലും തൊഴിൽ ചെയ്യുന്നുവെങ്കിൽ, നാം ആരെയെങ്കിലും സഹായിക്കുന്നുവെങ്കിൽ, നാം തന്നെ ജീവിച്ചു പോകുന്നുവെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ കരുണ കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് എന്നുള്ള സത്യം ഏറ്റുപറയുവാനായിട്ടും മരണം വഴി അകന്നുപോയ കാർന്നവന്മാരെ ഒരു നിമിഷം ഓർത്ത് അവർക്ക് നന്ദി പറയുവാനായിട്ടും നമ്മുടെ ഏതെങ്കിലും കുടുംബാംഗങ്ങളുടെ ജീവിതം വഴി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവ നമ്മുടെ വരും തലമുറയുടേതും ഇപ്പോഴായിരിക്കുന്ന തലമുറയിലെയും വ്യക്തികൾ വഴി പരിഹരിക്കപ്പെടുന്നതിനുമൊക്കെയുള്ള പ്രചോദനം കിട്ടുവാനാണ് ഈ വാർഷികം നടത്തപ്പെട്ടിരിക്കുന്നത്. അത്ര മനോഹരമായി ഈ വാർഷികത്തെ അലങ്കരിച്ചൊരുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളുടെയും പേരുകൾ ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതിനാൽ നമ്മുടെ വാർഷിക യോഗങ്ങളുടെയും കുടുംബ ചരിത്രങ്ങളുടെയും ടി ചാണ്ടി ഇന്നത്തെ ചിന്തകൾ എന്ന ചിന്തകൾ എഴുതിയ ആശാന്മാരുടെ തറവാട് എന്ന പുസ്തകവും വെട്ടൂർ കുടുംബ ചരിത്രവും പ്ലാമൂട്ടിൽ കുടുംബ ചരിത്രം പലരെ എഴുതിയിട്ടുള്ളതും ഒക്കെയും നമുക്കിവിടെ ഓർമ്മയിൽ കൊണ്ടുവരാം. അതിലൊക്കെ പരാമർശിക്കപ്പെടുന്ന വ്യക്തികളെ അനുസ്മരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ദൈവത്തിന് നന്ദി.